പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. 2 മുട്ടയും കുറച്ച് തൈര് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. വളരെ എളുപ്പമാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണമെന്നില്ല, ഈ ഒരു കറി മാത്രം മതി. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിത് അവിടെ ഒരു 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം. കോഴിമുട്ട ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തൊന്ന് പുഴുങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് വേണം കേട്ടോ നമുക്കിതിനായിട്ട്. തൈര് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലെ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്ന രീതിയിൽ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് നമുക്കിതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിലുള്ള പച്ചമുളക് നല്ലപോലെ പഴുത്ത് പോയിട്ടുണ്ട്, ഞാനിപ്പോൾ അതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു കൈപ്പിടിയോളം കറിവേപ്പില ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. കോഴിമുട്ട പുഴുങ്ങിയെടുക്കുന്ന ആ ഒരു പണി മാത്രമേ നമുക്കിതിൽ വരുന്നുള്ളൂ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. തൈരും ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ പുഴുങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കോഴിമുട്ട ഉണ്ടല്ലോ, അത് നല്ലപോലെ ഒന്ന് പുഴുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ശേഷം തൊലിയൊക്കെ കളഞ്ഞതാ ഇതുപോലെ ഒന്ന് 2ആയി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ശേഷം ആ എണ്ണയുടെ ചെറിയ ചൂടിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു താളിപ്പാണ് കേട്ടോ ഈ ഒരു കറിക്കൊരു വെറൈറ്റി ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം അടിപൊളിയാണ് കേട്ടോ, എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഞാൻ വീണ്ടും പറയാണ്, നല്ല ടേസ്റ്റാണിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഈ ഒരു താളിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം തൈരും കോഴിമുട്ടയും അതുപോലെ തന്നെ ഈ ഒരു താളിപ്പൊക്കെ നല്ലപോലെ ഒന്ന് യോജിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അധികം മെനക്കേടൊന്നുമില്ലാതെ സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.